നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരെ സുപ്രീം കോടതി വരെ കഴിഞ്ഞ ആഴ്ചയാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയത്. നായപ്രേമമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാനാകില്ല. കടുത്ത പിഴ തന്നെ ഇത്തരത്തിൽ ഇതിനു വേണ്ടി വാദിക്കുന്നവർ നടത്തേണ്ടി വരും എന്നാണ് സുപ്രീം കോടതി അടക്കം പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും എടുത്തു നോക്കുകയാണെങ്കിൽ നിരവധി കുട്ടികൾക്കും പ്രായമായവർക്കും വാഹനത്തിൽ പോകുന്നവർക്കൊക്കെ തന്നെ തെരുവുനായ കടി ഏറ്റ് പലരും മരണപ്പെട്ട വാർത്തയും പലരും ആശുപത്രിയിൽ സമീപിച്ചിട്ടുള്ള വാർത്തയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലും ഇതിനെതിരെ ഒരു നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇനിയും സാധാരണക്കാരായിട്ടുള്ള വഴിപോക്കർക്കടക്കം ഇത്തരത്തിലുള്ള ആപത്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തെ പോലീസ് ഉദ്യോഗസ്ഥയുടെ നായ വളർത്തൽ മൂലം പൊറുതി മുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസ നടപടിയുമായി തിരുവനന്തപുരം മേയർ വി രാജേഷ്. നായ്ക്കളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മേയർ അടിയന്തര യോഗം വിളിച്ചു. പിന്നാലെ നായ്ക്കളെ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും. ശനിയാഴ്ച പരാതിക്കാരിയെയും നായയുടെ ഉടമയെയും കോർപ്പറേഷൻ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള തെരുവ് നായ വളർത്തലിൽ നടപടി ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു. അവർക്ക് തെരുവ് നായ്ക്കളെ വീട്ടിൽ വളർത്താൻ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ ഈ നായ്ക്കളെ ഇവിടെ നിന്നും മാറ്റൂ. നായ്ക്കളെ തെരുവിലേക്ക് തുറന്നു വിടാൻ കഴിയില്ല, അവ കൂടുതൽ അക്രമകാരികളായി മാറും. നായ്ക്കൾക്ക് വാക്സിൻ നൽകി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ തേടും. ജനുവരി 30-ന് മുൻപ് കോർപ്പറേഷനിലെ തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള ആദ്യഘട്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടക്കുകയാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നായ്ക്കളെ മാറ്റാൻ സമ്മതമാണെന്ന് ഉടമയായ മെറ്റൽഡ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ച് കോർപ്പറേഷന് രേഖാമൂലം കത്ത് നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. വർഷങ്ങളായി മെറ്റിൽഡ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നുണ്ട്. ആദ്യം 1-2 മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് പെറ്റുപെരുകി 50ഓളം ആകുകയായിരുന്നു. 5 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലാണ് മെറ്റിൽഡയും നായ്ക്കളും താമസിക്കുന്നത്. വീട്ടിലെ മുറിക്കുള്ളിലും ടെറസിലും അടക്കം നായ്ക്കളുണ്ട്. നായ്ക്കളുടെ ബഹളവും ദുർഗന്ധവും കാരണം പൊറുതിമുട്ടിയതോടെ അയൽക്കാർ നടപടി ആവശ്യപ്പെട്ട് പഴയ ഭരണസമിതിക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഒടുവിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ വി രാജേഷ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. പോലീസുകാരിയുടെ നായ വളർത്തൽ കാരണം ബുദ്ധിമുട്ടിലായ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തെ നാട്ടുകാർക്ക് ഏതായാലും ഇപ്പോൾ ആശ്വാസമാകുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. നായ്ക്കളെ വീട്ടിൽ നിന്ന് മാറ്റാൻ തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ തെരുവ് നായ്ക്കളെ വീട്ടിൽ വളർത്തിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒടുവിൽ സംഭവം വാർത്തയായതോടെയാണ് മനംമാറ്റം ഉണ്ടായിരിക്കുന്നത്. നായകളെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇവർക്ക് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. അയൽവാസികൾക്ക് നായ്ക്കൾ ബുദ്ധിമുട്ടാണെന്ന ബോധ്യമുണ്ടെന്ന് ഉടമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സർക്കാർ ഇടപെട്ട് നായകളെ മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അടിയന്തര യോഗം ചേർന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും മേയർ വി രാജേഷ് അറിയിച്ചിരുന്നു. അടുത്ത ദിവസം പരാതിക്കാരിയെയും പോലീസ് ഉദ്യോഗസ്ഥയെയും മേയർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അയൽക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ തെരുവ് നായ വളർത്തലിൽ നടപടി ഉണ്ടാകുമെന്നും മേയർ അറിയിച്ചിട്ടുണ്ട്. പോലീസുകാരിക്ക് തെരുവ് നായ്ക്കളെ വീട്ടിൽ വളർത്താൻ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ ഈ നായ്ക്കളെ ഇവിടെ നിന്നും മാറ്റും. പരാതിയുടെ അടിസ്ഥാനത്തിൽ നായ്ക്കളെ തെരുവിലേക്ക് തുറന്നുവിടാൻ കഴിയില്ല, അവ കൂടുതൽ അക്രമകാരികളായി മാറും. നായ്ക്കൾക്ക് വാക്സിൻ നൽകി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ തേടും. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്നതിനുള്ള ആദ്യഘട്ട നടപടികൾ കോർപ്പറേഷൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അയൽവാസിയായ പോലീസ് ഉദ്യോഗസ്ഥ വളർത്തുന്ന 70ഓളം തെരുവ് നായ്ക്കൾ കാരണം പുറത്തിറങ്ങാൻ പോലും ആകാതെ ദുരിതത്തിലായിരുന്നു നഗരസഭയിലെ കാട്ടായിക്കോണം വാർഡിലെ ചെങ്കോട്ടുകോണം സ്വാമിയാർ മഠത്തിന് സമീപം താമസിക്കുന്ന ടെക്നോ പാർക്ക് ജീവനക്കാരി രമ്യയും കുടുംബവും. കഴക്കൂട്ടം സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മെറ്റിൽഡയുടെ വീട്ടിലെ നായകളാണ് അയൽവാസികൾക്ക് ഭീഷണിയായത്. മുന്നിൽ മതിലില്ലാത്ത വീട്ടിലെ മുറികളിലും ടെറസിലുമായാണ് നായകളെ പാർപ്പിച്ചിരിക്കുന്നത്. രാപ്പകൽ ഭേദമന്യേയുള്ള കുരയും പരിസരത്തെ രൂക്ഷമായ ദുർഗന്ധവും കാരണം വീട്ടിൽ കഴിയാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് രമ്യ പറയുന്നു. 3 വർഷം മുമ്പ് രമ്യ ഇവിടെ വീട് വയ്ക്കുമ്പോൾ 2 നായകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തെരുവിൽ നിന്ന് നായകളെ കൊണ്ടുവന്നതോടെ എണ്ണം 70ഓളമായി. നായകളുടെ ആക്രമണം ഭയന്ന് രമ്യയുടെ 10 വയസ്സുള്ള മകനെ പലപ്പോഴും സ്കൂളിൽ അയക്കാനോ പുറത്തിറങ്ങാനോ കഴിയുന്നില്ല. ഇലക്ട്രിസിറ്റി വാട്ടർ മീറ്റർ റീഡിങ്ങിനായി ഉദ്യോഗസ്ഥർ പോലും ഇവിടേക്ക് വരാറില്ല. മീറ്ററിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയാണ് പതിവ്. ഗ്യാസ് സിലിണ്ടർ എത്തിക്കാനോ ഓൺലൈൻ ഡെലിവറിക്കോ ജീവനക്കാർ തയ്യാറാകുന്നില്ല.
നായ്കളെ ഭയന്ന് പോലീസിനെ വിളിച്ചാണ് പലപ്പോഴും ഇവർ സ്വന്തം വീട്ടിലേക്ക് കയറുന്നത്. എന്നാൽ ഇപ്പോൾ പോത്തൻകോട് പോലീസും സഹായിക്കുന്നില്ലെന്നും രമ്യ പറയുന്നു. ഇറച്ചിക്കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും എത്തിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് നായകൾക്ക് നൽകുന്നത്. ഇത് പരിസരത്താകെ ദുർഗന്ധം പടർത്തുന്നുണ്ട്. നഗരസഭ, ഓംബുഡ്സ്മാൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടായിക്കോണം വാർഡ് കൗൺസിലർ സിന്ധു ശശി രമ്യയുടെ വീട് സന്ദർശിച്ചു. 17-ാം തീയതി നേരിട്ടെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് മേയർ വി രാജേഷും ഉറപ്പു നൽകിയതായി കൗൺസിലർ അറിയിച്ചു. തെരുവ് നായ നിയന്ത്രണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ള നിലപാടും ഏറെ ശ്രദ്ധ നേടിയതായിരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കുട്ടികൾക്കോ വയോധികർക്കോ പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ ഭീമമായ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. നായ്ക്കൾക്ക് തെരുവിൽ ഭക്ഷണം നൽകുന്നവർക്കും ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത, NV അഞ്ജലിയ എന്നിവരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് വ്യക്തമാക്കി. നായ്ക്കൾക്ക് ഭക്ഷണം നൽകണമെന്ന ആഗ്രഹമുള്ളവർ അവയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അത് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾ അലഞ്ഞു തിരിയുന്നതും ആളുകളെ കടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും അനുവദിക്കാനാവില്ല. 9 വയസ്സുള്ള ഒരു കുട്ടിയെ നായ ആക്രമിച്ചാൽ അതിന് ആരാണ് മറുപടി പറയുകയെന്നും കോടതി ചോദിച്ചു. തെരുവ് നായ്ക്കൾക്ക് തീറ്റ നൽകുന്ന സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള പരാതികൾ കോടതി പരിശോധിക്കാൻ വിസമ്മതിച്ചു. ഇത് ക്രമസമാധാന പ്രശ്നമാണെന്നും താല്പര്യമുള്ളവർക്ക് FIR ഫയൽ ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി. തെരുവുനായ പ്രശ്നത്തിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ട പല വാദങ്ങളും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് നിരീക്ഷിച്ച ബെഞ്ച് കുട്ടികളെയും വയോധികരെയും നായ്ക്കൾ ക്രൂരമായി ആക്രമിക്കുന്ന നിരവധി വീഡിയോകളാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്നും വ്യക്തമാക്കി. തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ നഗരസഭകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടതായും കോടതി നിരീക്ഷിച്ചു. തെരുനായ്ക്കളെ അപ്പാടെ തെരുവിൽ നിന്ന് മാറ്റാൻ തങ്ങൾ ഉത്തരവിട്ടിട്ടില്ലെന്നും എന്നാൽ ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്ത് വി രാജേഷിന്റെ നേതൃത്വത്തിൽ അവയെ എത്രയും വേഗം തന്നെ മറ്റൊരു ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുകയാണ്. കാരണം നാട്ടുകാർക്കടക്കം വലിയ രീതിയിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻപോട്ട് പോകുന്നത്.